ബുദ്ധമത സ്വാധീനമുള്ള ഒരു ദേശമായിരുന്നു മാവേലിക്കര. മാവേലിക്കര മണ്ഡലം ബുദ്ധമതം പോലെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിലായി. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര, കുന്നത്തൂർ, പത്തനാപുരം നിയോജക മണ്ഡലങ്ങളും, ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്, ചെങ്ങന്നൂർ, മാവേലിക്കര നിയോജക മണ്ഡലങ്ങളും, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയും ചേരുന്നതാണ് മാവേലിക്കര. മാവേലിക്കര പരമ്പരാഗതമായി UDF എന്നും തുണച്ചിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലമാണ്. എന്നാൽ ആ മാവേലിക്കര, അതായത് പഴയ മാവേലിക്കര, ഒരു ജനറൽ മണ്ഡലമായിരുന്നു. 2009 ഇന്നത്തെ അവസ്ഥയിൽ രൂപീകൃതമായ മാവേലിക്കര മണ്ഡലം ഒരു SC സംവരണ മണ്ഡലമാണ്. പരമ്പരാഗതമായി കോൺഗ്രസിനെ തുണയ്ക്കുന്ന ഒരു മണ്ഡലമാണ് മാവേലിക്കര. PJ കുര്യനും തമ്പാൻ തോമസും രമേശ് ചെന്നിത്തലയും ഒക്കെ നിരവധി തവണ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മണ്ഡലമാണ് പഴയ മാവേലിക്കര ലോക്സഭാ മണ്ഡലം. എന്നാൽ ഇന്നത്തെ രീതിയിൽ രൂപീകൃതമായ മാവേലിക്കര മണ്ഡലം ഒരു SC സംവരണ മണ്ഡലമാണ്. 2009 മുതൽ ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കരയുടെ MP. തൻ്റെ 10ാം ലോക്സഭാ മത്സരത്തിനിറങ്ങിയ കൊടിക്കുന്നിൽ സുരേഷാണ് മാവേലിക്കരയിലെ ഇത്തവണത്തെയും UDF സ്ഥാനാർത്ഥി. ഇടതുപക്ഷമാകട്ടെ CPIയുടെ യുവ സ്ഥാനാർത്ഥിയായ CA അരുൺകുമാറിനെ മത്സരിപ്പിക്കുന്നു. BDJS സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് NDAയ്ക്കായി മത്സരിക്കുന്നത്. ആലപ്പുഴയുടെ പടിഞ്ഞാറൻ മേഖലയും, കൊല്ലം ജില്ലയുടെ മലയോര മേഖലയും, കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയും ഒക്കെ ഉൾപ്പെടുന്ന ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവം വളരെ വ്യത്യസ്തതയാർന്നതാണ്. ആലപ്പുഴയിലെയും കോട്ടയം ജില്ലയിലെയും ഒക്കെ നിയമസഭാ മണ്ഡലങ്ങൾ കാണിക്കുന്ന പൊതുവായ ഒരു പ്രവണത ലോക്സഭയിൽ UDF അനുകൂലമായി വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഈ മേഖലയിലെ ഭൂരിപക്ഷം കൊണ്ടാണ് പലപ്പോഴും കൊടിക്കുന്നിൽ സുരേഷ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്നത്. എന്നാൽ കൊല്ലം ജില്ലയിലെ കുന്നത്തൂരും പത്തനാപുരവും കൊട്ടാരക്കരയും ഒക്കെ പലപ്പോഴും കൊടിക്കുന്നിൽ സുരേഷിന് എതിരായി വിധി എഴുതുന്ന സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ തവണ ചിറ്റയം ഗോപകുമാറുമായിട്ടുള്ള മത്സരത്തിൽ പക്ഷേ തൻ്റെ ഭൂരിപക്ഷം 60,000-ന് മുകളിലേക്ക് എത്തിക്കാൻ കൊടിക്കുന്നിൽ സുരേഷിന് സാധിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനൊപ്പമാണ്. 7 മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനൊപ്പം പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണി മാറ്റം ഇവിടെ ഇടതുപക്ഷത്തിന് കരുത്ത് നൽകിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. മുൻകാലങ്ങളിൽ UDF ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള ഒരു മണ്ഡലമായിരുന്നു മാവേലിക്കര. എങ്കിലും 2019 ശേഷം കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ചൂട് മാറ്റിയത് ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാക്കി മാറ്റിയിട്ടുണ്ട്. നിലവിൽ 7 നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷമാണ് കൈവശം വെച്ചിരിക്കുന്നത്. ഇത് കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം 10ാമത്തെ തവണയാണ് ഈ മേഖലയിൽ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത്. അദ്ദേഹം മുൻപ് മത്സരിച്ച അടൂർ പാർലമെന്റ് മണ്ഡലത്തിലെ മിക്കവാറും മണ്ഡലങ്ങളെല്ലാം ഇവിടെ ഇപ്പോഴും മാവേലിക്കരയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലത്തിൽ സ്ഥിരമായി മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷിനെതിരെ നിരവധിയായിട്ടുള്ള വിമർശനങ്ങൾ ഇന്ന് UDF-നകത്തും പുറത്തും ശക്തമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ഒരു MP എന്ന നിലയിൽ മാവേലിക്കരയ്ക്ക് നൽകേണ്ട പരിഗണന കൊടിക്കുന്നിൽ സുരേഷിന് നൽകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ വ്യക്തമാണ്. അദ്ദേഹത്തിന് മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനോ ഒന്നും സാധിച്ചിട്ടില്ല. കാരണം അദ്ദേഹം പലപ്പോഴും കൂടുതൽ സമയവും ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ ഫലമായിരിക്കാം. ഇക്കാരണത്താൽ അദ്ദേഹത്തിനെതിരായുള്ള ശക്തമായ ജനരോഷം മണ്ഡലത്തിലാകമാനം തന്നെയുണ്ട്. മാത്രവുമല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ ചുറുചുറുക്കുള്ള ഒരു യുവ സ്ഥാനാർത്ഥിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. അതിൻ്റെ ഉന്മേഷം ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനത്തിൽ മുഴുവൻ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. വേണ്ടി വന്നാൽ തങ്ങൾക്ക് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് ഇടതുപക്ഷം ഈ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനത്തിൽ മുഴുവൻ ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നത്. എങ്കിലും ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. ഇലക്ഷൻ സംവിധാനങ്ങളെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് ധാരണ നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് BDJS-ൻ്റെ സ്ഥാനാർത്ഥിത്വം നമ്മളിവിടെ വളരെ സംശയത്തോടുകൂടി കാണേണ്ടത്. BDJS-ൻ്റെ സ്ഥാനാർത്ഥിയായി ബൈജു കലാശാല വന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ സഹായിക്കാനാണ് എന്നുള്ള ഒരു ആക്ഷേപം മണ്ഡലത്തിലാകമാനം പരന്നിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഇടതുപക്ഷം മണ്ഡലത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ ശക്തമായിട്ടുള്ള ഒരു പോരാട്ടം തന്നെയാണ് മാവേലിക്കരയിൽ ഇത്തവണ നടന്നിട്ടുള്ളത്. യുവ സ്ഥാനാർത്ഥി എന്നുള്ള പരിഗണന, ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനം, കൊടിക്കുന്നിൽ സുരേഷിനുള്ള ജനരോഷം എന്നിവ കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ടുള്ള CA അരുൺകുമാർ വിജയിച്ചു കയറുമെന്നാണ് ഞങ്ങൾ നടത്തിയ പഠനത്തിൽ മനസ്സിലാകുന്നത്.